ഇപ്പോഴും സർക്കാർ എന്തോത്തിനിരിക്കുവോ? ഒരു വനംവകുപ്പ് മന്ത്രി എന്തോത്തിനിരിക്കുക? അവർക്കൊക്കെ വോട്ട് മതി. ഈ വനത്തിനകത്തൂടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവരുന്നത്. സന്ധ്യയ്ക്ക് കുഞ്ഞുങ്ങളെ 4 മണിക്ക് വിളിക്കാൻ പോകുന്ന സമയത്ത് അവിടെ നിൽക്കും ആന. കവളിപ്പിച്ച് വോട്ട് പിടിച്ച് വാങ്ങിക്കുക, ജയിക്കുക. 10 വർഷം കൊണ്ട് LDFന്റെ ഭരണമാണ് നടക്കുന്നത്. 11:30 ആയപ്പോ പുലി വന്നിവിടെ ഒരു പട്ടിയെ പിടിച്ച്. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് മറ്റും എടുത്തോണ്ടിരുന്നപ്പോ എന്റെ ചേച്ചിയുടെ മോൻ ചാടിച്ചെന്ന്. ആ സമയത്ത് പുലി 2ാം കാലിൽ അങ്ങ് പൊങ്ങി. അപ്പോഴത്തേക്കും ഞങ്ങൾ ലൈറ്റ് മെട്ടുമായിട്ട് കൂടെ ചെന്ന്. അന്നേരമാണ് ഈ പുലി അവിടുന്ന് നേരെ കാട്ടി കയറിയത്. രാത്രി ഉറക്കമില്ല. എവിടെങ്കിലും പട്ടി ഇറങ്ങുന്ന കേട്ടാ നമ്മൾ ഇവിടെ വരെ ആന വരും. ഇന്നലെയാണെങ്കിൽ പുലി ഇറങ്ങി ഒരു പട്ടിയാണെങ്കിൽ പിടിച്ചോണ്ട് പോയി. ഇവിടെ എല്ലാം ആനയാണ്. ഇതെല്ലാം ആന ഇവിടെ ഭാഗത്തെല്ലാം ആന ചേക്കടിച്ചു കൊടുക്കും. രാത്രിയിലൊക്കെ ഞങ്ങള് ഇവിടെ കിടക്കാറൊക്കത്തില്ല. നമസ്കാരം, സുരേഷ് ചൈത്രമാണ്. ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ യാത്രാക്കാഴ്ചകളാണ്. യാത്രാക്കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാലിയക്കര വഴി ആരംഭിച്ച യാത്ര ഇപ്പോൾ പിറവന്തൂരിൽ എത്തി നിൽക്കുകയാണ്. അതായത് പത്തനാപുരം താലൂക്കിലാണ്, പെരുന്തോൽ 5ാം വാർഡ് കീഴയം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒത്തിരി ചേട്ടന്മാരും അമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെയുണ്ട്. ആനകൾ ഇറങ്ങിയിട്ട് ഉറങ്ങാത്ത ഗ്രാമം എന്ന സ്റ്റോറിയാണ്, പരമ്പരയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രീൻ ഡിവിഷൻ ചാനൽ വഴി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സന്യാസി കോണിലേക്ക് എത്തിയത്. ഏതായാലും ഒരുപാട് അഭിപ്രായങ്ങൾ ആൾക്കാർക്കുണ്ട്. കാരണം ഫോറസ്റ്റുകാർ അല്ലെങ്കിൽ വനം വകുപ്പിന്റെ കൃത്യമായ കാര്യങ്ങളൊന്നും നടക്കാത്ത ഗ്രാമങ്ങൾ, 10-45ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഏരിയയാണ് ഈ സന്യാസിക്കോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കഥകൾ മാത്രമല്ല, അതിനപ്പുറത്തോട്ട് പോകുമ്പോഴും അച്ചൻകോലും ഒക്കെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ നിൽക്കുന്നവർക്കൊക്കെ ഒരുപാട് പരാതികളുണ്ട്. ആനകൾ ഇറങ്ങുന്നു, വൈകിട്ട് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുന്ന, ആശുപത്രി പോകാൻ പറ്റുന്നില്ല. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ ഈ പറങ്കിമാൻ തോട്ടത്തിൽ കൂടെ, പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പറങ്കിമാൻ തോട്ടത്തിൽ കൂടെ വീട്ടിന്റെ മുറ്റത്തേക്ക് ആനകൾ വരികയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം പുലി വന്ന് പട്ടിയെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ നിരന്തരമായ ആക്രമണങ്ങൾ, വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള സംഘടനകൾ നടക്കുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഏതൊക്കെയാണ് നമുക്ക് അവരുടെ അഭിപ്രായങ്ങളും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ടുപോകാം. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്. അപ്പോൾ വാച്ച് ഇറ്റ്, ഗ്രീൻ ഡിവിഷൻ ചാനൽ. പിറവന്തൂർ പഞ്ചായത്തിന്റെ കീഴയം എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്റെ പേര് സരസ്വതിയാണ്. ഈ മലയാരൂരിനാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആനശല്യം കൊണ്ട് ഞങ്ങൾക്ക് ഒരു തരത്തിൽ എങ്ങോട്ടും ഇറങ്ങാകത്തില്ല. പിഞ്ചു കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകാൻ പോലും ഞങ്ങൾക്ക് നിവർത്തിയില്ല. ഫോറസ്റ്റുകാർ വന്ന് കാട് വെട്ടി തരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെന്നുണ്ടെന്ന് വരി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് ഒരുക്കി തന്നെങ്കിലേ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും. ഈ കാണുന്ന ഞങ്ങളുടെ വീട് ഈ വഴി തന്നെ വരുന്നത്. ആന്ന് പറങ്ങാൻതോട്ടം 4 മണിക്ക് വിളിക്കാൻ പോകുന്ന സമയത്ത് അവിടെ നിൽക്കും ആന. ആ പാലത്തിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുന്ന വഴി അവിടെ ഉള്ളു. അതുവഴി കയറി വരും, ഇതുവഴി വരും, ഇതിലെ കൂടെ എല്ലാം വരും. പക്ഷെ ഈ കാട് വെട്ടിത്തെളിച്ചിടാങ്ങി മൃഗങ്ങളുടെ ശല്യം കുറെ. അത് അന്നേരം ഇഷ്ടം പോലെ ഉണ്ട്. ഇതിനകത്ത് പറങ്കാവിന്റെ പഴം തിന്നാനെ കൊണ്ട് ഇഷ്ടം പോലെ വരും. ഗവൺമെന്റ് ചെയ്യണമെന്ന് വെച്ചിരുന്ന ഞങ്ങളെ സുരക്ഷിതയാക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ മൃഗങ്ങളെ കൊന്നു തരിക. ഇത് രണ്ടിലേതെങ്കിലും ചെയ്യുക. കൊല്ലാൻ പറ്റത്തില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞങ്ങളെ മനുഷ്യരെ കൊന്നു കളയട്ടെ. അത് ചെയ്യാൻ പറ്റുമോ? ഇന്നലെ രാത്രിയിൽ ഇവിടെ ആന ഉണ്ടായിരുന്നു. പകലും ഉണ്ട്. ഇതിനകത്ത് എവിടെയോ നിപ്പോണ്ടത്. സന്ധ്യ ആകുമ്പോ ഇറങ്ങുന്നില്ലെന്നേ ഉള്ളു. സന്ധ്യ ആകുമ്പോ ഇനി ഇറങ്ങി വരും. കൂട്ടവും വരും, ഒറ്റയും വരും. അതുപോലെ പുലി ഇവിടെ വന്നേച്ച് പോയി. പട്ടിയെ വരെ പിടിച്ചോണ്ട് പോകുന്നു പുലികള്. ഞാൻ പുലി ഇതാ ഇവിടെ നിൽക്കുമായിരുന്നു രാത്രി. ഇവിടെ ഞങ്ങളെല്ലാവരും കണ്ട്. എല്ലാവരും പുലിയെ കണ്ട് പട്ടിയെ പിടിച്ചോണ്ട് പോയി. ഈ പട്ടികൾ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഈ മൃഗങ്ങൾ വരുന്നത് അറിയുന്നത്. പക്ഷെ അതുങ്ങൾക്ക് പോലും സുരക്ഷിതയില്ല. ഭയങ്കര ശല്യം. അപ്പൊ ഇഷ്ടം പോലെ കയറി വരും. അതുകൊണ്ട് നിങ്ങൾ എന്താന്ന് വെച്ചിരുന്ന ഈ വീഡിയോ കണ്ടിട്ട് ഈ ഗവൺമെന്റ് എന്താന്ന് വെച്ചാ അത് ചെയ്യുക. ഇവിടെ എങ്ങും ഇല്ല, എങ്ങും ഇല്ല, പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല. ഞങ്ങൾ എത്രയോ വട്ടം ഞങ്ങൾ ആവശ്യപ്പെട്ടേക്കുന്നു, ഇതുവരെ ചെയ്തിട്ടില്ല. അവരിട്ട് തന്നിട്ടുമില്ല. കാരണം അവരെന്താ പറയുന്നേ, മൃഗങ്ങളല്ലയോ, അത് മലയിലല്ലയോ കിടക്കുന്നത്. പിന്നെ പുലിയുടെ കാര്യം, കുഞ്ഞുങ്ങളൊക്കെ പോകുന്നത് ഇതുപോലെ കന്നാലിയെ കൊണ്ട് കെട്ടുന്നത്. ഞങ്ങൾ എപ്പോഴും കണ്ണും കണ്ണാടിയും വെച്ചും കൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഒരെണ്ണത്തിനെ ഇച്ചിരി നന്നാക്കി എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് പൈസ അതുപോലെ ചെലവല്ലേ. ആനയുണ്ട്, പുലിയുണ്ട്, കടുവയുണ്ട്, പന്നി ശല്യം പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ചത്ത് കിടന്നത് അക്കരെ. പക്ഷെ ഇവിടെ കടുവ ഇല്ലായിരുന്നു. ഇപ്പൊ കടുവയും വന്നു തുടങ്ങി. കൃഷികളൊന്നും ചെയ്യാനൊക്കത്തില്ല. ഒരു മഞ്ഞളിന്റെ തുണ്ട് പോലും ഞങ്ങൾക്ക് നടാൻ നിവർത്തിയില്ല. അത് മൊത്തവും വന്ന് കുത്തിയെടുത്ത് കളയുക. പിന്നെ ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു, കൊണ്ടുവരുന്നു. അത് ഞങ്ങളുടെ അയ്യത്ത് കൃഷി ചെയ്തിട്ട് നമുക്ക് ഇതെടുത്ത് തിന്നാന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. പിന്നെ ഇങ്ങനെ കയറി വരും. ഇനി ഉണക്കൊക്കെ ആകുമ്പോഴത്തേക്കിനെ തള്ളി പിടിച്ചാ കയറി വരുന്നത്. നാട്ടുകാർ മൊത്തം ഒക്കെ ആയിട്ട് ചെല്ലുമ്പോ ഇത് അങ്ങോട്ടും ഒഴിഞ്ഞു മാറും. അതാ ചെയ്യുന്നത്. ആന കൂട്ടമായിട്ടും വരും, ഒറ്റയ്ക്കും വരും.
അത് ഇഷ്ടം പോലെ ആന ഇപ്പൊ ഭയങ്കര ശല്യം, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ശല്യം. പത്തനാപുരം താലൂക്ക് പുറവന്തൂർ പഞ്ചായത്തിൽ 5-ാം വാർഡ് പെരുന്തോലിൽ 5-ാം വാർഡിൽ താമസിക്കുന്ന ഒരു സ്ഥലവാസിയാണ്. 4 or 5 പ്രാവശ്യമായിട്ട് പട്ടയത്തും കൊടുക്കാമെന്നും പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് കൊടുക്കാമെന്നും പറഞ്ഞ് ഒരു അപേക്ഷ വാങ്ങിയിട്ടുണ്ട്. വില്ലേജിൽ ഇപ്പോഴും വാങ്ങിയിട്ടുണ്ട്, ഇതുവരെ തീർപ്പാക്കിയിട്ടില്ല. കനാൽപ്പുറം പോക്ക് അമ്പിലെയും ബാക്കി വിളച്ച ഭൂമി അല്ലാതെ എൻക്രോച്ച് ഭൂമിക്കകത്ത് സർവ്വ നടന്നു പോയിട്ട് 1977 മുമ്പ് കുടിയേർപ്പാർത്ത് പോയിട്ട് സർവ്വ നടന്നു പോയിട്ടുള്ള ആ സർവ്വ നടന്നു പോയിട്ട് ഇപ്പോഴും നാളെ ഇതുവരെ ഒരാൾക്ക് പോലും ഇവിടെ പട്ടയം കിട്ടിയിട്ടില്ല. അടുത്ത സ്ഥലമായ വല്ലറപ്പച്ച ഓന്തുവാറ ഭാഗവും അവിടെ കുറെ ഭാഗമൊക്കെ നേരത്തെ റിസർവ് വെള്ളത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. വല്ലറപ്പച്ച ഭാഗത്തോടെ 50-60ഓളം കുടുംബങ്ങൾ ഇവർ ഇറക്കി വിട്ടു. അതിനകത്ത് ഇന്ന് അവിടെ പട്ടയമില്ലാത്ത 7 പേർക്ക് അവർക്ക് യാതൊരു ആനുകൂല്യവും സർക്കാരിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇവിടെ കുടിയേർക്കാർ ഒരു ഭീഷണിയിലിരിക്കുകയാണ്. റേഷൻ കാർഡ് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യില്. ചിലർക്ക് ആദ്യകാലത്ത് കുറെ പേർക്ക് കിട്ടിയവരേ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് ഒരുപാട് പേർക്ക് 2 സെന്റ് 5 സെന്റുള്ളവരെ കൈവശം ഇരിക്കുന്ന ഭൂമിക്ക് നാളെ ഇതുവരെ ഒരു പ്രമാണവും കൈവശ രേഖവും നമുക്ക് കിട്ടിയിട്ടില്ല. സർക്കാർ ഇനി ഇവിടെ ഇറക്കി വിടുവാണെങ്കിൽ പോലും ഞങ്ങൾ വെറും കൈയായിട്ട് ഇവിടെ ഇറങ്ങിപ്പോകണം, ഒന്നും കിട്ടുകയല്ല. അത് ഞങ്ങൾ 50 വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്നു. 77 മുമ്പ് അറിയാമല്ലോ, പത്തനാപുരം താലൂക്ക് പൊള്ളൂർ ചേർന്ന് കിടക്കുന്ന പൊള്ളൂർ താലൂക്ക് ചേർന്ന് കിടക്കുകയായിരുന്നു. അന്ന് അവിടെ സർവ്വ നടന്നു പോയതിന്റെ റെക്കോർഡുകൾ വരെ ഇന്ന് താലൂക്ക് ഓഫീസിലുണ്ട്. നമ്മൾ അന്ന് ഈ ചീനി കൃഷിയൊക്കെ നടത്തുമ്പോൾ ഇത്തരം മൃഗശല്യം അന്ന് മൃഗശല്യം ഇല്ലല്ലോ. മൃഗങ്ങളുടെ ശല്യം നമുക്ക് രൂക്ഷമായിട്ട് 8 കൊല്ലേ ആവുന്നുള്ളൂ. ജനവാസ മേഖലയിൽ ഇപ്പൊ അടുത്ത സമയത്താണ് ഇത് ഇറങ്ങിയേക്കുന്നത്. അടുത്ത സമയത്താണ് 3 കൊല്ലം കൊണ്ടാണ് ഇത്രയും മനുഷ്യൻ ദുഷ്കരമായിട്ട് ആയിരിക്കുന്നത്. 2 ദിവസം മുമ്പാണ് ഇവിടെ ഒരു പുലി വന്ന് ഒരു പട്ടിയെ പിടിക്കുകയും ഒരു പട്ടി എന്റെ വീട്ടുവാക്കെ കിടന്ന പട്ടിയെ കാലയെ പിടിക്കുകയും അത് കുതിരി മാറിയത് കൊണ്ട് ആ പട്ടി കിടക്കുന്നു. ആ പട്ടി രക്ഷപ്പെട്ട് ഈ റോഡ് പഞ്ചായത്തിന്റെ ഭരണം കയറി 10 വർഷത്തോളം ആവുന്നു. അവർ പഞ്ചായത്തുകാർ വാഗ്ദാനം പറഞ്ഞ് ഇവിടെ കിടക്കുന്നത് കവളിപ്പിച്ച് വോട്ട് പിടിച്ച് വാങ്ങിക്കുക, ജയിക്കുക. 10 വർഷം കൊണ്ട് LDFന്റെ ഭരണമാണ് നടക്കുന്നത്. ഇവര് ആദ്യം ജില്ലാ പഞ്ചായത്തിനായിരുന്ന വേണുഗോപാൽ എന്ന് പറഞ്ഞ സാറ് ഇരുന്ന സമയത്ത് ഇപ്പൊ അദ്ദേഹം ഹോർട്ടികോർപ്പറേഷന്റെ ചെയർമാനാണ്. അന്ന് 25 ലക്ഷം രൂപ അനുവദിച്ചു. ആ അനുവദിച്ചത് ആവശ്യമില്ലാതെ ഫണ്ട് ഇവിടെ വെച്ചതിന്റെ മുഖാന്തരം നാട്ടുകാർക്ക് ഗതാഗത യോഗ്യമായില്ല, നാട്ടുകാർക്ക് യാതൊരു പ്രയോജനമായില്ല. കൊണ്ടിട്ട മെറ്റലുകളും സാധനങ്ങളും എല്ലാം അവര് ഫോറസ്റ്റുകാർ നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇത് പോയി. പിന്നെ ഞങ്ങളത് അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് വേറെ ആരോ ഇതിന് പരാതി കൊടുത്ത് ആ പരാതി മുഖത്താണ് ഈ റോഡ് മുടങ്ങിപ്പോയതെന്ന്. ഇതിന് ശേഷം രണ്ടാമത് പഞ്ചായത്തിന്റെ ഫണ്ട്, പഞ്ചായത്ത് റോഡാണോ ഇത്? അല്ല, ഇത് KSBയുടെ വനത്തിനകത്ത് കിടക്കുന്ന റോഡാണ്. ഇവിടെ ഏതാണ്ട് ഇപ്പം ഞങ്ങൾ അക്കരെ ഇക്കരയായിട്ട് 40-50 കുടുംബക്കാരുണ്ട്. കുറെ പേര് ഈ ശല്യം മുഖാന്തരം അവരെ ഭൂമി കൂടി വിട്ടിട്ട് വേറെ 5 സെന്റ് സ്ഥലം വാങ്ങിച്ചു 2 സെന്റ് 5 സെന്റും ഒക്കെ വാങ്ങിയിട്ട് ചെറിയ ചെറിയ വീടുകൾ പുന്നല, ആലിമുക്ക്, കരവാളൂർ ഇങ്ങനെ പൊല്ലൂർ മേഖലയിൽ പല മേഖലയായിട്ട് പോയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രായമായ ഒരു പെൺകുട്ടിയെ ഇവിടുന്ന് വിവാഹം കഴിച്ചുകൊണ്ട് പോകാൻ ആരും തയ്യാറാകുന്നില്ല. അതുപോലെ പ്രായമായ ഒരു ചെറുപ്പക്കാർക്ക് ഇവിടെ വന്ന് കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ടും കൊണ്ടുവരാനും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കുള്ളത് കളഞ്ഞു പോകാനും പറ്റില്ല, ഞങ്ങൾക്ക് പട്ടയം ഇല്ലാത്തതുകൊണ്ട് മൃഗശല്യമാണ് ഇതിന് പ്രധാന കാരണം. പിന്നെ ഇവിടെ ഗതാഗത യോഗ്യമല്ല. ഈ റോഡ് നമുക്ക് ഇത്രയെങ്കിലും ഇവിടെ 200 മീറ്റർ കൃത്യമായി ഉണ്ട് ഈ വരാൻ. 200 മീറ്ററേ ഉള്ളൂ. അത് ഈ ഫോറസ്റ്റുകാർക്ക് സമ്മതിക്കാൻ പറ്റും. അവർ ഈ വരുന്ന നേതാക്കന്മാരെ അതിന് പോവില്ല. പോവാതെ ഇവിടെ കിടക്കുന്ന ജനങ്ങളെ കാലാകാലങ്ങളുണ്ട് വോട്ട് പിടിക്കുക, ജയിക്കുക, ഭരണത്തിലിരിക്കുന്നവരെ പിടിപ്പോട്ട് കൊണ്ടുവന്നാ അവിടെ വരെ അവിടെ അഡീഷണൽ ഒരു പൈപ്പ് പൊട്ടിച്ചിട്ട് ഇവിടെ വന്ന് പ്ലാവ് വന്ന് കുലുക്കിയിട്ട് ഞങ്ങളെല്ലാം ശബ്ദം കേട്ടോണ്ട് ഞങ്ങള് പിന്നെ എല്ലാരും കൂടെ ഓടിച്ചങ്ങ് വിട്ടു. ഇങ്ങനെ തിരിഞ്ഞു നോക്കി ആന പോയത്. ഈ വഴി അങ്ങ് ഇറങ്ങി പോയി. അത് ചേട്ടന്റെ വീട്ടിൽ അവിടെ സീരം ഇറക്കുക. സീരം അവർ അയ്യത്തിറങ്ങി പോകുന്നില്ല. ചെറുക്കൻ പിന്നെ മിഷ്യന്മാരുടെ ഇരപ്പ് വെച്ചോണ്ട് ഓടിച്ചു വിട്ടു. ഇന്ന് താഴെ അതിലെ ഇറങ്ങി കയ്യാലെ എല്ലാം ചവിട്ടി ഇടിച്ചെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്കില്ല, അക്കരെ പങ്കാവിനകത്താ കയറുന്നത്. നമ്മള് രാത്രി ഉറക്കമില്ല. കഴിഞ്ഞ ദിവസേ അത് മെനിഞ്ഞാന്ന് രാത്രി 11:30 ആയപ്പോ പുലി വന്നിവിടെ ഒരു പട്ടിയെ പിടിച്ച്. അങ്ങനെ ഞങ്ങൾ ലൈറ്റും മറ്റും എടുത്തോണ്ടിരുന്നപ്പോ എന്റെ ചേച്ചിയുടെ മോൻ ചാടിച്ചെന്ന്. ആ സമയത്ത് പുലി 2ാം കാലിൽ അങ്ങ് പൊങ്ങി. അപ്പോഴത്തേക്കും ഞങ്ങൾ ലൈറ്റും മറ്റുമായിട്ട് കൂടെ ചെന്ന് അന്നേരമാണ് ഈ പുലി അവിടുന്ന് നേരെ കാട്ടി കയറിയത്. ഇവിടെ വന്ന് നമ്മുടെ ഇവിടെ ഈ റോഡ് വഴി അതോട് പറഞ്ഞാൽ അവര് പറയും അത് മൃഗങ്ങൾ വന്നിട്ട് അതിന്റെ പാട്ടിന് പോകും. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറയും അത് വനത്തിലില്ലോ നിൽക്കുന്നേ, നിങ്ങൾക്ക് ശല്യം ഇല്ലല്ലോ എന്ന്. ഉറക്കം ഒഴിഞ്ഞും
ലൈറ്റും വെട്ടം കൊണ്ട് കാത്തിരുന്ന് ഈ പൊടിക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഞങ്ങളുടെ ജീവനെ ഞങ്ങൾ എന്താ വില കൽപ്പിക്കണം? 16 ദൂരം ജോലിക്ക് പോയിട്ട് വരുന്ന കൊച്ചിനെ 8:30 ബസ് വന്ന് ലാസ്റ്റ് വണ്ടി വരുമ്പോഴാ പോയി ഞങ്ങള് രാത്രി പോയി വിളിച്ചോണ്ട് നമ്മൾ വരുന്നത്. അവിടെ ജംഗ്ഷനിൽ ഇറങ്ങി ഈ ജംഗ്ഷനിൽ സന്യാസിക്കോണ് ഈ വനത്തിൽ കൂടെ നടന്നു വരുന്നത്. ആ വരുന്ന വഴിക്ക് ഒരു ദിവസം ഞങ്ങൾ കുഞ്ഞിനെ വിളിക്കാൻ പോയ സമയത്ത് ആന നിൽക്കുക. ഞങ്ങൾക്ക് അങ്ങോട്ടും പോകാൻ വയ്യ, ഇങ്ങോട്ടും വരാൻ വയ്യ. ലാസ്റ്റ് ഞങ്ങളുടെ ഈ ചേച്ചിയുടെ മോനാണ് ഞങ്ങളെ അവിടുന്ന് രക്ഷപ്പെടുത്തി അങ്ങ് ആക്കുന്നത്. അവിടുന്ന് ആ കുഞ്ഞിനെ വിളിച്ചോണ്ട് ഞങ്ങൾ ഓടുമായിരുന്നു. അത്രയും ജീവന് ഭീഷണിയാണ് ഞങ്ങൾക്ക് മൃഗങ്ങൾ. ഞങ്ങൾ കൂലിപ്പണിയാ, അല്ലാതെ ഒരു പണിയല്ല, കൂലിപ്പണിയാ. ഈ കൂലിപ്പണിയും ചെയ്തിട്ട് നമ്മൾ വന്ന് നമുക്ക് സമാധാനത്തിൽ കിടന്നൊന്ന് ഉറങ്ങാൻ പറ്റുമോ? ഈ സർക്കാർ ഇപ്പോഴും സർക്കാർ എന്തോത്തിനിരിക്കുക? ഒരു വനംവകുപ്പ് മന്ത്രി എന്തോത്തിനിരിക്കുക? അവർക്കൊക്കെ വോട്ട് മതി. വനംവകുപ്പ് മന്ത്രിക്കും അവരും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താന്ന് വെച്ചാൽ ഒരു മന്ത്രിയല്ലേ, വനംവകുപ്പിന്റെ ഉത്തരവാദിത്വം ഉണ്ടോ? ഈ വനത്തിലാണ് മൃഗങ്ങൾ നിൽക്കുന്നത്. ഈ അന്തിയാകുമ്പോ ഇനി നാട്ടിറങ്ങുക, നമ്മുടെ വസ്തുവിനകത്ത് കയറുക, ഈ കണ്ട ചക്കയെ ഉലുത്തിയിട്ട് തെങ്ങും തള്ളി അടയ്ക്കാമരം തള്ളി അങ്ങനെ ഇവിടെ നമ്മള് ഈ ഷെഡിന്റെ അടുത്ത് ഇവിടെ വന്നതാ ആന. അപ്പൊ ഞങ്ങളുടെ ഈ ലൈറ്റ് അടിച്ച് ലൈറ്റും മറ്റും നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ആണും ബഹളം ആകുമ്പോഴത്തേക്ക് ആന ഒഴിവ്. നമ്മളെ കയ്യിൽ ഒരു പടക്കം ഉണ്ടോ? അതുമില്ല. ഈ കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടുന്നത് എത്ര? 700 രൂപ ശമ്പളമാണ്. ആ 700 വല്ലപ്പോഴൊക്കെ പണി കിട്ടുന്നത്. ആ 700 രൂപയും കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിലെ കാര്യം നോക്കുമോ? പടക്കം മേടിക്കുമോ? സർക്കാർ അതുപോലെ നോക്കുന്നില്ലെന്നുള്ളതാണ്. നമ്മൾ എങ്ങനെ ജീവിക്കും? ഈ കാട്ടിൽ എങ്ങനെ ജീവിക്കും? ആരും തിരുവഴി നോക്കത്തില്ല. ഇതാ ഒരു റോഡ് കിടക്കുന്നു. ഈ ആനയെ പേടിച്ച് ഒരു മനുഷ്യനും ഒരു വണ്ടി നമ്മൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ആരും ഒരു വണ്ടിക്കാരും വരത്തില്ല. ഒരാൾക്ക് വയ്യാതായ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്റെ മോന്റെയും കുഞ്ഞുങ്ങളെ ഞാൻ കൊണ്ടുവരാൻ സ്കൂളിൽ പോന്നു. കറു സ്കൂളിലാണ് പഠിക്കുന്നത്. 5ലും 2ലും പഠിക്കുന്ന പിള്ളേരെ. അതുങ്ങളെ കൊണ്ട് ഞാൻ ഒരു ദിവസം ഈ റോഡിന്റെ അവിടെ ഇങ്ങോട്ട് കയറി ആന തൊട്ട് മേളിൽ നിൽക്കും. ഞാൻ എന്താ ചെയ്യും? എങ്ങോട്ട് ഓടുന്നു എനിക്ക് അറിയത്തില്ല. ഞാൻ അവസാനം പറഞ്ഞു മക്കളെ ഓടിക്കോളാൻ പറഞ്ഞു. കുഞ്ഞുങ്ങളെ ഓടിച്ച് ഞാൻ അതിന്റെ പുറകെ ഇതുങ്ങളുടെ ബാഗും മേടിച്ചത് ഓടിച്ചിട്ട് ഞാനും കൂടെ ഓടി കേട്ടോ. അവസാനം കുഞ്ഞ് കരഞ്ഞുപോയി, ശ്വാസം നിന്ന് കരഞ്ഞുപോയി. ഞാൻ എന്താ ചെയ്യാൻ പറ്റും? നമ്മുടെ കൂടെ അവിടെ വരെ തിരിഞ്ഞു വന്നില്ല. അന്ന് ഞങ്ങളുടെ ചെറുക്കൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഞങ്ങൾ തീർന്നാനെ. നമ്മൾ ഒരെണ്ണം തീർന്നാലും സർക്കാരിന് ഒരു പ്രശ്നവുമില്ല. ഈ സർക്കാരിന് ഒരു മനുഷ്യൻ തീർന്നാൽ അവർക്ക് ഒരു പ്രശ്നവുമില്ല. എന്റെ പേര് വിജയൻ, വാർഡ് നമ്പർ 5. ഇവിടെ ആനശല്യം കൂടുതലാണ്. അയ്യത്തെങ്ങ് ഇറങ്ങി രാത്രിയിലോ പകലോ നിൽക്കാനൊക്കാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. ചക്കയെല്ലാം വന്ന് പ്രാവ് കുലുക്കിയാണ് ആന എടുത്തോണ്ട് പോകുന്നത്. പോട്ടെ, ഞങ്ങൾക്ക് ഇവിടെ വഴിവിളക്കില്ല. ഇവിടെ 15 ദിവസം മാത്രമേ വഴിവിളക്ക് കത്തിയിട്ടുള്ളൂ, പിന്നെ കത്തിച്ചിട്ടില്ല. വാർഡ് മെമ്പറോടും പല അധികാരികളോടും ഞങ്ങൾ അവകാശപ്പെട്ടിട്ടും ഇവര് വഴിവിളക്കിട്ടില്ല. ഞങ്ങൾക്ക് ആകെ ഒരു സഹായം അതേ ഉള്ളൂ. 30 ദിവസത്തേക്ക് മുമ്പ് താഴെ വീട്ടിലെ ഒരു പട്ടിയെ പുലി പിടിച്ചാണ്. ഇപ്പൊ വീണ്ടും എന്റെ പട്ടിയെ ഇന്നലെ രാത്രി പുലി പിടിച്ചു. ഞങ്ങൾക്ക് പുലി രാത്രി മാത്രമല്ല വരൂ എന്ന് പറയാനൊക്കത്തില്ല. നമുക്ക് അനുഭവം രാത്രി മാത്രമാണ്. താഴെ ആൾക്കാർ കാണുകയും ചെയ്തു പുലിയെ കേട്ടോ. പുലിയെ കണ്ട് അവിടുത്തെ ഒരു പട്ടിയെ മാന്തി, അതിനെ കിട്ടിയില്ല. പിന്നെ എന്റെ സഹായമായിരുന്നു എന്റെ പട്ടി. ചുരുക്കം നമുക്ക് ഇവിടെ ജീവിക്കാനൊക്കാത്ത ഒരു സ്ഥിതിയായി ഇന്നുണ്ടായിട്ടുള്ളത്. ഞാനിവിടെ ജനിച്ചു വളർന്നവനെ 1953 ജനിച്ചു വളർന്നവനെ 74 വയസ്സുമായി. ഞങ്ങൾ ഈ വനത്തിലൊക്കെ ഇഷ്ടംപോലെ ദിവസങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഗഡ്ഡയുടെ റോഡെവിടെ അങ്ങനെ പോത്തേ ഉള്ളൂ. റോഡെവിടെ പോയിട്ടുള്ളത് ഇപ്പം ഇല്ല. നമ്മള് മുറ്റത്തല്ലയോ, നമുക്ക് ജണ്ടായിക്ക് അകത്തോട്ട് ഇറങ്ങി താഴെ അറ്റ വയലിൽ കൂടെ കയറി ഇഞ്ഞു വന്നു. ഒറ്റക്കൊടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. റോഡിൽ നിന്നുകൊണ്ട് പിടിക്കാം, ചെയ്തിട്ടില്ല. ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാര് പലരും ഉണ്ട്, പക്ഷെ നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. എന്തായാലും കൊള്ളാം. ഈ കാടുകളൊക്കെ വാണ്ടിലൊരു പ്രാവശ്യം തെളിക്കുന്നത്. പറങ്കാങ്കൂപ്പ് ആരെങ്കിലും ടെൻഡർ എടുക്കുന്ന സമയത്ത് ഈ കാട് കളിക്കും. എല്ലാ കാട് കളിക്കുന്നില്ല. സമയമാകുമ്പോ ആ സമയമാകുമ്പോൾ മാത്രം കാട് കളിക്കും. അല്ലാത്തപ്പോ കാട് കയറി അങ്ങ് വളരുവാണ്. ഉണ്ട്. പിന്നെ കൊള്ളാം. ഈ കഴിഞ്ഞ പ്രാവശ്യം ആന പിണ്ടത്തിനകത്ത് 3-4 കിലോ അണ്ടിയായിരുന്നു കിടക്കുന്നത്. അന്ന് പഴം മാത്രം ലഭിച്ചു പോന്നു. മറ്റേത് അങ്ങനെ തന്നെ കിടക്കുക കേട്ടോ. അങ്ങനെ ഭയങ്കര ശല്യമാണ്. ആ കരയും ഈ കരയും മൊത്തം ശല്യമാണ്. കാട്ടാനയുടെ ശല്യം ഭയങ്കര ശല്യമാണ്. ഒരാന വന്നാൽ എനിക്ക് ഓടാൻ വയ്യ. അതാണ്ട് ഞങ്ങളുടെ ഈ പ്ലാവയും മുറ്റത്ത് ഒരാന വന്നതാ. ഞങ്ങൾക്ക് വെട്ടമില്ല. ഞങ്ങൾ രണ്ടുപേരും പൈസ ചെയ്യുന്നവരാണ്. ഇതെല്ലാം ആന ഇവിടെ ഈ ഭാഗത്തെല്ലാം ആന ചേക്കടിച്ചു കൊടുക്കും. രാത്രിയിലൊക്കെ ഞങ്ങള് ഇവിടെ കിടക്കാറൊക്കത്തില്ല. ഈ ഭാഗത്തെല്ലാം ആനയുടെ കളിയാണ് ഇവിടെ അയക്കുന്നത്. ഇവിടെ വന്ന് ഈ ഇതെല്ലാം മുറിച്ചതാ. ഈ മരുതിയൊക്കെ മുറിച്ചതാ. ഇന്നലെ ഞാൻ ഒന്നെല്ലാം കൂട്ടത്തോടായിരുന്നു. ആന വന്ന് പ്ലാവ് തള്ളി അവിടെ വന്ന് തള്ളി താണ്ട റോഡിൽ കൂടെ ഒന്ന് ആഞ്ഞിരിയൊക്കെ ഓടിച്ച് ഇങ്ങനെ അങ്ങ് ചാടും. അപ്പൊ ഞങ്ങൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ വീട്. കൊച്ചുങ്ങൾ 2 ഉണ്ട്. കുഞ്ഞുങ്ങൾ അവിടെ കളിക്കല്ല. ഇവരെയൊക്കെ ഈ സ്കൂളിൽ കൊണ്ടുവിടുന്നത് ഈ വഴിയാ. ഈ വഴി ഇങ്ങനെ ക്രോസ് ചെയ്ത് ഈ എല്ലാ ആന ഇറങ്ങിയ താരയാ ഇങ്ങനെ വരുന്നത്. അതാണ്ട് ഇതിലെ കൂടെ ഇങ്ങനെ വരും. അവിടെ ആ ചവിട്ടി ചേക്കുന്ന എല്ലാ ആന വരുന്ന വഴിയാ. ഇങ്ങനെ വന്ന് ഇങ്ങനെ ചാടും.
പറക്കാനുള്ള സമയത്ത് ആനയുടെ കളിയാണ്. ഇപ്രാവശ്യം ആന മഴയായതുകൊണ്ട് ഒരു ശരിക്കുണ്ടായിരുന്നു. ഇവിടെ എല്ലാം ആന, അതുകൊണ്ട് ഇതിലെ കൂടെ എല്ലാ ആന വരും. ഇവിടെ വന്നിട്ട് ഇവിടെ ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ ഞങ്ങളെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ സ്കൂളിലോട്ട് കാല വന്നിട്ടുണ്ട്. തിരിച്ച് ഒന്നുമില്ല, ഇവിടെ ഒന്നും ലൈറ്റ് ഒന്നുമില്ല. ഇവിടെ 2 പേരുണ്ട് ഇവിടെ താഴോട്ട്. പല ഓരോരുത്തരൊക്കെ ആന പരിച്ച് ഓരോരുത്തരൊക്കെ ഇവിടെ നിന്ന് പോയി. ഇപ്പൊ അവസാനം ഞാനേ എനിക്ക് പോകാനൊക്കെ എനിക്കൊരു ഇടമില്ല ഇരിക്കുകയാണ്. വെളിയിലോട്ട് പോയി 5 വാങ്ങിക്കാനൊന്നും നിർത്തിയില്ല. നമ്മളിപ്പോ ഈ 4 സെന്റും കൊണ്ട് ഇവിടെ കഴിയുന്നത്. ഞങ്ങൾക്ക് ഇവിടെ പോകാൻ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കഴിയുന്നു. തീയൊക്കെ രാത്രി കത്തിച്ച് ഇട്ട് രാത്രി തീ കത്തിച്ചേ പറ്റുള്ളൂ. അങ്ങോട്ട് പോകാനാ ഞങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങോട്ട് പോയത്. എന്റെ പേര് ശംസുദ്ദീൻ. ഈ വീട് അവര് എത്ര ആളായി കളഞ്ഞിട്ട് പോയിട്ട്? ഇതിപ്പോ പോയിട്ട് അവര് 2-3 കൊല്ലമായി പോയിട്ട്. എന്റെ പേര് ഷാനു. ഞാൻ പുനലൂര് മാർക്കറ്റ് സ്റ്റാൻഡിന്റെ വണ്ടി ഓടുന്നത്. ഞാൻ ഓട്ടം കഴിഞ്ഞിട്ട് ഒരു 7 മണിക്ക് വന്നാൽ പോലും ഇവിടെ വഴിയിൽ ആന നിൽക്കും. നമുക്ക് കയറി വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുപോലെ നാട്ടുകാരെ ഒരു അത്യാവശ്യം ഒരു ഓട്ടോ ഇവിടുന്ന് ഈ വണ്ടിയേ ഉള്ളൂ. ഓട്ടം പോകാൻ തന്നെ നമ്മൾ പേടിച്ചിട്ടാ പോകുന്നത്. പേടിച്ച് കരഞ്ഞാ പോകുന്നത് എല്ലാരും. ഇവിടെ ഭയങ്കര ശല്യമാണ്. ആന മാത്രമല്ല പുലിയും ഉണ്ടെന്ന് പറഞ്ഞു. ആനയെ പിന്നെയും സഹിക്കാതെ പുലിയൊക്കെ മണ്ടെന്ന് വന്ന മരത്തിന്റെ മണ്ടേന്നൊക്കെ വന്ന് നമ്മുടെ കഴുത്തെ പിടിച്ചു. ആ സാധനമൊക്കെ വന്നിട്ട് നമ്മുടെ മണ്ടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? മക്കളെയൊക്കെ അവിടെ പോയി നിന്ന് വിളിച്ച് കൊണ്ടുവന്ന അത് തന്നെ ഒരാളുടെ ജോലിയാ. നമുക്ക് ജോലിക്ക് അവിടെ പെരുന്തോലിയിൽ കൊണ്ടുവിടുന്നതിന്റെ വാപ്പായ ഇപ്പൊ ഒരു ജോലിക്ക് വെട്ടിക്കൊണ്ടിരുന്നതാ. ജോലിക്കൊന്നും പോകാതെ പുള്ളിക്കാരൻ ഇത് തന്നെ വെട്ടും തിരിച്ചു കൊണ്ടുവന്നോണ്ടിരുന്നത്. കൊണ്ടുവരാൻ ആനക്കടിയിലുണ്ടോ? മക്കളുടെ പേരെന്തുവാ? ആന കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോ? ഞങ്ങളുടെ അതുകൊണ്ട് അവിടെ പാറയുടെ മേളിൽ വന്ന് ആന കണ്ട് അത് ഓടിച്ചായിരുന്നു. അപ്പൊ ഞങ്ങള് ലൈറ്റ് ഒക്കെ അടിച്ചിട്ട് ഫോറസ്റ്റുകാരെ വിളിച്ച്. പിന്നെ ഇന്നലെ ആണെങ്കിൽ പുലി ഇറങ്ങി ഇവിടെ. പുലി ഇറങ്ങി ഒരു പട്ടിയാണെങ്കിൽ പിടിച്ചോണ്ട് പോയി. എന്നിട്ട് ഒരു പട്ടി ആന പിടിക്കാൻ വന്നപ്പം അത് കരഞ്ഞോണ്ട് ഓടി. ഞങ്ങൾ ആന ഇവിടെ വെച്ച കണ്ടിട്ടുള്ളൂ. നമ്മൾ ഈ കാഴ്ചകൾ കാണുമ്പോൾ നല്ല രസമാണ്, വനക്കാഴ്ചകൾ. പക്ഷേ വനത്തിൽ കാഴ്ചകൾ കാണാൻ ആദ്യം വരുന്നവർക്ക് രസമാണ്. ഇവിടെ നിൽക്കുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും ചേട്ടന്മാർക്കും ഒന്നും രസമില്ല. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നിൽക്കുന്ന വീടിന്റെ തൊട്ടപ്രധാനം ഇന്നലെ പുലി വന്ന് പട്ടിയെ എടുത്തുകൊണ്ട് വരാം. പക്ഷേ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു പട്ടിയെ നമ്മൾ കാണിക്കുക, അതിവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സന്യാസിക്കോണിലെ ഈ ഭാഗത്ത് താമസിക്കുന്നവർക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസരം വനം വകുപ്പ്, സർക്കാർ പ്രതിനിധികൾ ശ്രദ്ധിച്ച് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നാണ് ഒരിക്കൽ കൂടി പറയുന്നത്. അപ്പോൾ ഗ്രീൻ മീഡിയ വിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല, യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ വനവാസികളുടെയും പരിഭവങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം അധികാരികളിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ.